ഹലോ, എല്ലാവർക്കും മലയാളി മേക്ക് ഓവറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് രയന. എല്ലാവരും എന്ത് പറയുന്നു? ന്യൂ ഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിച്ചിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. ന്യൂ ഇയർ ആയിട്ട് നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങളെ വിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒന്നാമത് തന്നെ വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ ഒന്നും സാധിച്ചില്ല കേട്ടോ. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ തുടർന്നുള്ള വ്ളോഗ്സിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. വ്ളോഗ്സ് ഒക്കെ ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ചെറിയൊരു ഹോൾ വീഡിയോ ആണ്. ഞാൻ കുർത്തീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സാരി ഹോളിന്റെ വീഡിയോ ചെയ്തപ്പോൾ. അപ്പൊ ആ കുറച്ച് കുർത്തീസാണ് ഞങ്ങൾ കാണിക്കാനായിട്ട് പോണത്. തക്കുന്റെ കല്യാണത്തിനൊക്കെ മുന്നേ വാങ്ങിയിട്ടുള്ളതാ, പക്ഷെ എന്താ ചെയ്യാ, സമയം കിട്ടിയില്ല എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട്. ആ ഒരു സാരി ഹോൾ വീഡിയോ ചെയ്ത പിന്നെ കാര്യമായിട്ട് എനിക്കൊന്നും വ്ളോഗ്സ് ആണെങ്കിലും ഒന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇനി അധികം വലിച്ചു നീട്ടണില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം, അല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. അപ്പോൾ ഞാൻ ഇതെല്ലാം വാങ്ങിയിട്ടുള്ളത് അജിയോന്നാണ് കേട്ടോ. ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്, അജിയോന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പം ആമസോണിൽ നിന്ന് വാങ്ങിയിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ അജിയോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്തീസ് കാണിച്ചു തരാം. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നതാണ് അജിയോന്ന് വാങ്ങണമെന്ന്. എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാ ഇതുപോലെ ഒരു സെറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിരിക്കുന്നത്. എന്താ പറയാ, കുർത്തി സെറ്റാണ്. വീനക്കാണ് കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? ഇവിടെ ചെറിയ വർക്കൊക്കെ ഉണ്ട്, ഗോൾഡൻ കളറിലുള്ള എന്താ പറയാ ഡോട്ട്സ് പോലെ കൊടുത്തിട്ടുണ്ട്, വർക്കുകളുണ്ട്. പിന്നെ ലീഫിന്റെ കണ്ടോ വർക്ക് ഉണ്ട്. ഒരു ബ്രൗൺ കളറാണ് കേട്ടോ ശരിക്കും. ഇത് ആഷ് അല്ല, ഒരു തരം ബ്രൗൺ ആണ്. എന്നാൽ നല്ല ബ്രൗൺ എന്നും പറയാനായിട്ട് പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കളറാണ്. ചെറിയ ലേസ് വർക്കൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ കുർത്തിയാണ്. ഇതിന്റെ കൂടെ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന്റെ കൂടെ വരുന്നത് പെലാസോ ആണ്. കുറച്ച് ലൂസ് ആയിട്ടുള്ള ബോട്ടാണ് കേട്ടോ. ബോട്ടം വന്നിട്ട് ഫുൾ ഇതുപോലെ ഗോൾഡൻ കളർ വർക്കിലുള്ളതാണ്. കണ്ടോ, ഇങ്ങനെ ഡോട്ട്സും അതുപോലെ കണ്ടില്ലേ ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ബോട്ടമാണ്, ലൂസ് ബോട്ടാണ്. അപ്പോൾ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് സൈസ് വന്നിട്ട് സ്മോൾ സൈസ് ഉണ്ടായിരുന്നില്ല, എൻ്റെ സൈസ് സ്മോൾ സൈസ് ആണ് കേട്ടോ. എല്ലാ കുർത്തീസും ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് സ്മോൾ സൈസിലാണ്. പക്ഷെ സ്മോൾ സൈസ് ഇല്ലാത്തതുകൊണ്ട് എനിക്കിത് നല്ല പോലെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാൻ മീഡിയം സൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾട്ടർ ചെയ്യാൻ കുറേ ഉണ്ടായിരുന്നു. ഞാനിത് ഷേപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മീഡിയം സൈസ് ആയതുകൊണ്ട് നല്ല ലൂസായിരുന്നു, കയ്യിൻ്റെ ഭാഗം ഭയങ്കര ലൂസായിരുന്നു. പിന്നെ അമ്മയാണ് എനിക്കിത് ഷേപ്പ് ചെയ്ത് തന്നത്. കണ്ടോ, നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. അവിടെ എല്ലാവർക്കും ഈ ഒരു കുർത്തിയാണ് ഞാൻ ഓർഡർ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. പിന്നെ ബോട്ടം കണ്ടില്ലേ ഞങ്ങള്. ഇതിന് ഷോൾ ഉണ്ട്. ഷോള് വന്നിട്ട് ഇതാ ഇതുപോലെയാണ് കണ്ടോ. നല്ല നൈസായിട്ടുള്ള ഷോളാണ് കണ്ടോ. ചെറിയ ചെറിയ ഗോൾഡൻ കളറിലുള്ള ഡോട്ടുകൾ കണ്ടോ. അങ്ങനെയുള്ളൊരു പ്രിന്റൊക്കെ വന്നിട്ട് ബോർഡറിൽ കണ്ടോ ചെറിയൊരു ഗോൾഡൻ കളർ ലേസൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കട്ടി കുറഞ്ഞ ഷോളാണ്. എനിക്ക് ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ കനം കുറഞ്ഞ ഷോളുകളാണ് കൂടുതൽ ഇഷ്ടം. കോട്ടന്റെ ഷോളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ പർച്ചേസ്. രണ്ടാമത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഒരു മെറൂൺ കളറിലുള്ള ഒരു കുർത്തിയാണ് കേട്ടോ. ഇതൊരു പാറ്റേൺ, ഒരു ഡിഫറെന്റ് പാറ്റേൺ ആണ്. ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് ഭാഗം കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. പൊന്തി നിൽക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് കയറി നിൽക്കും, ബാക്ക് സൈഡ് ഇറങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. കണ്ടോ, ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷൻ കുറച്ചൊന്ന് കയറി നിൽക്കൂട്ടോ. ബട്ടൺസ് വെച്ചിട്ടുണ്ട്. പ്ലെയിൻ കളർ കുർത്തിയാണ്. സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ആണ്. നെക്ക് കണ്ടില്ലേ, കോളർ നെക്കാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു ത്രെഡ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ചെറിയൊരു ഹോൾ ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിലും കണ്ടോ ഇങ്ങനെ ഈ ത്രെഡ് കടത്താനായിട്ടുള്ള ഹോൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ സൈസിനനുസരിച്ച് ഒന്ന് ഷേപ്പ് ചെയ്ത് കെട്ടാനായിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ട് കേട്ടോ. ഒരു ചരട് മാതിരത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ഭംഗിയിലൊക്കെ നിൽക്കും. പിന്നെ ഇതെന്റെ സൈസ് വന്നിട്ട് സ്മോൾ സൈസ് ആണ്. ഞാൻ ഈ വാങ്ങിയിട്ടുള്ള എല്ലാത്തിൻ്റെയും ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നല്ല മെറ്റീരിയൽ ഒക്കെയാണ്. കോട്ടൺ ഒന്നല്ല, അത് പോളിസ്റ്റർ കൈൻഡ് ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. മെറ്റീരിയലിനെ കുറിച്ചിട്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയില്ല. പിന്നെ വാങ്ങിയിട്ടുള്ള ഒന്ന് വന്നിട്ട് ഒരു ചെറിയ എന്താ പറയാ ജീൻസിനൊക്കെ ഇടാൻ പറ്റുന്ന പോലത്തെ ഒരു ടോപ്പാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ല യെല്ലോ കളറാണ്. അതിൽ ചെറിയ ചെറിയ റെഡ് കളറിലും ബ്ലൂ കളറിലും ഒക്കെയുള്ള ഫ്ലവർ പ്രിന്റിലുള്ള കണ്ടോ ചെറിയ ചെറിയ പ്രിന്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സ്ലീവ് വന്നിട്ട്
കുറച്ചൊന്ന് ലെങ്ത് ഉള്ള സ്ലീവാ, ചെറിയ സ്ലീവും അല്ല എന്നാൽ 3/4 സ്ലീവും അല്ല. നമുക്ക് ഇവിടം വരെ നമുക്ക് നമ്മുടെ ബ്ലൗസിനൊക്കെ വെക്കില്ലേ, സാരിയുടെ ബ്ലൗസിനൊക്കെ വെക്കുന്ന മാതിരത്തെ ഒരു സ്ലീവാണ്. കണ്ടു ഇങ്ങനെ മടക്കിയൊക്കെ വെച്ചിട്ട്, കണ്ടോ ഇങ്ങനെ താഴ്ഭാഗം ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇവിടെ ബട്ടൺസ് ഒക്കെ വെച്ച് നല്ല രസത്തിലുള്ള സ്ലീവാണ്. കാണാനായിട്ട് നല്ല ലുക്കാണ്, നല്ല കിടു ലുക്കാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ചെറിയ ചെറിയ ഞെറിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാനായിട്ട് പറ്റും. കണ്ടോ ഫ്രണ്ട് ഭാഗത്തിൽ കുറച്ച് ചെറിയ ചെറിയ ഞെറികൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ ഇവിടെ ഇങ്ങനെ ചെറിയ ഞെറികൾ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ചുളിഞ്ഞ് കിടക്കും. പിന്നെ ഇത് ഫ്രണ്ട് ഓപ്പൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടോ ആദ്യത്തെ 2 ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. കാരണം നെക്ക് അത്യാവശ്യത്തിന് വൈഡാണ്. അത് കൂടാതെ ആദ്യത്തെ 2 ബട്ടൺസ് വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഒരു നല്ല മെറ്റീരിയലാണ്. ഇത് വന്നിട്ട് വില കുറവാണ് കേട്ടോ. ഞാൻ പ്രൈസ് ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാത്തിനും ലിങ്ക് വന്നിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. നല്ല മെറ്റീരിയലാ, കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതും സൈസ് വന്നിട്ട് സ്മോൾ സൈസ് ആണ്. കണ്ടില്ലേ വൈറ്റ് കളറിലുള്ള ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് എനിക്കിത് അത്യാവശ്യത്തിന് ഇറക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് ശരിക്കും ഷോർട്ട് ടോപ്പ് ആയിരിക്കും. എനിക്കിത് അത്യാവശ്യത്തിന്, ഞാൻ ഹൈറ്റ് കുറഞ്ഞത് കൊണ്ട് എനിക്കിത് അത്യാവശ്യത്തിന് ഇറക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ ഇപ്പൊ ജിയോയില് നല്ല സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ അല്ല, കുറച്ച് നാൾ മുന്നേ ന്യൂ ഇയറിന്റെയും ക്രിസ്മസിന്റെ ഒക്കെ ആയിട്ട് അടിപൊളി സെയിൽ നടന്നിരുന്നു. നല്ല ഓഫറിൽ കുറെ നല്ല ഭംഗിയുള്ള ഡ്രസ് ഐറ്റംസ് ആണെങ്കിലും ഫുഡ് വെയർ ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും നല്ല ഓഫർ നടക്കുന്നുണ്ട്. ഞാൻ വേറെയും കുറച്ച് ഐറ്റംസ് കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. ഡ്രസ് ഐറ്റംസ് ആണെങ്കിലും എനിക്ക് കുറച്ച് ഫുഡ് വെയർ വാങ്ങുന്നുണ്ട്. അതൊക്കെ ഞാൻ സാൻഡൽസ് ഒക്കെ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങളെ കാണിക്കാട്ടെ ഞാൻ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന്. ഇതേ കണ്ടോ, ഇതൊക്കെയാണ് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുള്ളത്. 6 പ്രൊഡക്ട്സ് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഷീസോൺ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആംഗിൾ ലെങ്ത് ബൂട്ട്സ് കണ്ട നല്ല അടിപൊളി സംഭവമാണത്. നമ്മളിപ്പോ ഈ ജീൻസിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്ത് കഴിഞ്ഞാലും നല്ല സൂപ്പർ ലുക്ക് ആയിരിക്കും. ഒരു ടോപ്പ്, ക്രോപ്പ് ടോപ്പ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിടിലനായിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം വന്നിട്ട് സാൻഡൽസ് ആണ് കേട്ടോ. നൈഷ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ. ഇത് വന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഇങ്ങനെ കെട്ടും പൂട്ടൊന്നും അധികം ഇല്ലാണ്ട്, എനിക്ക് വെള്ളത്തൊക്കെ പോയി കഴിഞ്ഞാൽ ശരി പൂരി നടക്കാം. അത് കെട്ടും പൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ ഇട്ട് പോകാമല്ലോ. പിന്നെ വൈറ്റ് കളർ വേണമെന്ന് ഞാൻ കുറേ ആയി ആഗ്രഹിക്കുന്നു. അതിൽ ബ്ലാക്ക് ഒക്കെ ഉണ്ട്. ഇതുപോലെയുള്ളൊരു സാൻഡൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഹീൽസ് ആണ് കൂടുതൽ നോക്കാറുള്ളത്. ഹീൽസ് ഇല്ലാത്തതും യൂസ് ചെയ്യാറുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ മൂന്നാമത്തെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് കണ്ട ഈ ഒരു കുർത്തിയാണ് കേട്ടോ. AKS എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഈ ഒരു എയർലൈൻ മിഡി ഡ്രസ്സ് മാതിരത്തെ ഒരു കുർത്തിയാണത്. ശരിക്കും കണ്ടോ എന്തൊരു രസം കാണാനായിട്ട്. ബ്ലാക്കും റെഡിൽ ആ വർക്കൊക്കെ വന്നിട്ട് നല്ല രസമുണ്ട്. ആ ചെസ്റ്റിന്റെ പോർഷനൊക്കെ കാണാൻ നല്ല ഭംഗിയില് കാണാനായിട്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിതിന് ലെഗിൻസോ ഒന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതായത് ലെഗിൻസോ ജിഗിൻസോ ബോട്ടം ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ശരിക്കും ഒരു മിഡി ഡ്രസ്സ് മാതിരി ഒരു എന്താ പറയാ, അങ്ങനെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും. ഷൂസിന്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നത്തെ ഒരു കുർത്തി വന്നിട്ട് ഇതാണ് ബ്ലോക്ക് പ്രിന്റിലുള്ള ഈ ഒരു ഡ്രസ്സ് കേട്ടോ. അതിന് നമുക്ക് കുർത്തി എന്ന് പറയാൻ വലിയ തരം ഡ്രസ്സാണത്. നമ്മൾ പണ്ട് നീലത്താമര ഒക്കെ ഉടുപ്പുകൾ ഇട്ടിരുന്നില്ല, അതേ മോഡലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്ലീവ്ലെസ് ആണ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഷൂവിന്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം, അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ AKSന്റെ എല്ലാം നല്ല ട്രെൻഡി ആയിട്ടുള്ള നല്ല കുർത്തീസാണ്. പ്രിന്റഡ് എയർലൈൻ കുർത്തിയാണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പിങ്ക് കളറും വൈറ്റ് കളറുള്ള കുർത്തി കണ്ടപ്പോൾ അപ്പം അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ AKSന്റെ തന്നെ സ്ട്രൈപ്ഡ് എയർലൈൻ ഡ്രസ്സാണ് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുള്ളത്. അതിന്റെ സ്ലീവ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഫ്ലയേഡ് സ്ലീവ് ആണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ എനിക്ക് ഫ്രിൽസ് ഒക്കെ വെച്ചിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ്. പ്ലീറ്റ്സും ഫ്രിൽസും ഒക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സ്, അങ്ങനത്തെ കൈൻഡ് ടോപ്പുകളും ഡ്രസ്സുകളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പം ഇതിന്റെ ബോട്ടം നിങ്ങൾ ശ്രദ്ധിച്ചോ, ബോട്ടല്ല ടോപ്പിന്റെ താഴ്ഭാഗത്ത് കണ്ടു അങ്ങനെ ഫ്രിൽസ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലപോലെ അങ്ങനെ വിരിഞ്ഞൊക്കെ കിടക്കും. അപ്പൊ ഇത്രയാണ് ഞാൻ കാർട്ടിലിട്ട് വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാനായിട്ട്. കണ്ടില്ലേ, അപ്പൊ നല്ല ഭംഗിയുള്ള ഇനിയും കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ കുറെ നോക്കി ക്ഷീണിച്ചു. ഇനി അടുത്ത നമ്മുടെ ഒരു ടോപ്പ് ഞാൻ കാണിച്ചു തരാം. അടുത്തത് വന്നിട്ട് ഇത് ഡ്രസ്സാണ് കേട്ടോ. കുർത്തി എന്ന് പറയാനായിട്ട് പറ്റില്ല.
കാരണം നമുക്കിതിൽ ബോട്ടം ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അതായത് ലെഗീൻസ് ഇട്ടില്ലെങ്കിൽ ജഗീൻസ് ഇട്ടില്ലെങ്കിലൊന്നും പാൻസ് വേണമെന്ന് നിർബന്ധമില്ല. അതൊരു എന്താ പറയുക, നമുക്ക് കണ്ടില്ലേ ഫ്രോക്ക് മാതിരി ടൈറ്റാണ് കേട്ടോ. എന്നാൽ ഫുള്ളല്ല, നമ്മുടെ മുട്ടിന് താഴെ ഇത് വരുള്ളൂ. നല്ല രസമാണ് കാണാനായിട്ട്. കണ്ടോ വേസ്റ്റിൽ ഇങ്ങനെ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട് കെട്ടി വെക്കാനായിട്ട്. കണ്ടോ താഴെ ഒരു ടെസൽസ് കൊടുത്തിട്ടുണ്ട്, 2 അറ്റത്തും ടെസൽസ് കൊടുത്തിട്ടുണ്ട്. മെറൂൺ കളറിലുള്ള ടെസലാണ് കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് ഫ്ലവർ പ്രിന്റ് ആണ്. നല്ല എന്താ പറയുക, ലൈറ്റ് പൗഡേർഡ് പിങ്ക് എന്ന് പറയില്ലേ, ആ ഒരു കളറാണ്. പൗഡേർഡ് പിങ്ക് കളറിലുള്ള കുർത്തിയാണ്. കുർത്തി എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ഫ്രോക്ക് മാതിരിയാണ് കേട്ടോ. താഴെ ഇങ്ങനെ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, എനിക്കിതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. 2 ലെയർ ആയിട്ടാണ് ഫ്രിൽസ് വെച്ചിട്ടുള്ളത്. ഇവിടെ തുടങ്ങി ഫ്രിൽസ് തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ലെയർ അത് ഇവിടെ നിന്ന് തുടങ്ങുന്നുണ്ട്. 2 സെക്ഷനായിട്ട് ഫ്രിൽസ് വെച്ചിട്ട് നല്ല രസമുള്ള, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ ഒരു സംഭവം തൃപ്രയാറ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്പലത്തിലേക്ക്. കുറച്ച് അമ്പലങ്ങളിൽ പോയിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അപ്പോൾ ഇതിട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. ഞാൻ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്തിട്ടുണ്ട്. ഇത് വന്നിട്ട് സ്മോൾ സൈസ് ആണ് കേട്ടോ. എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടു. പോളിസ്റ്റർ ആണ് മെറ്റീരിയൽ വന്നിട്ട്, കോട്ടൺ ഒന്നല്ല, നല്ല പോളിസ്റ്റർ ആണ്. പിന്നെ എന്താ, ഇതിനെ പറ്റിയിട്ട് വേറെ ഒന്നും എനിക്ക് പറയാനായിട്ടില്ല. എന്തായാലും ഞാനിത് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യും. അത്രയും നല്ല മെറ്റീരിയലും അത്രയും നല്ല പ്രൊഡക്റ്റുമാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കണ്ടോ, അപ്പം ഇതാണ്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഫ്രോക്ക് മാതിരത്തെ ഒരു ഡ്രസ് ടൈപ്പാണ്, കുർത്തി എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഫൈനലായിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. ഇതും ഈ ഒരു സംഭവം വന്നിട്ട് കണ്ടോ, ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ തന്നെയാണ്, ഫ്ലവർ പ്രിന്റിലുള്ളതാണ്. നല്ല റെഡ് കളർ ഫ്ലവർ പ്രിന്റിലുള്ള മാക്സി ഡ്രസ്സാണ്. റെഡും പിങ്കും ഒക്കെ ആയിട്ട് വേണ്ട ഫ്ലവർ പ്രിന്റുള്ള ഒരു മെറൂൺ കളറിലുള്ള മാക്സി ഡ്രസ്സാണ്. കോളർ നെക്കാണ്, നല്ല എന്താ പറയുക, കണ്ടോ ഇങ്ങനെയുള്ള കോളർ നെക്കാണ്. വലിയ കോളറാണ്, നമ്മൾ ഷർട്ടിനൊക്കെ യൂസ് ചെയ്യില്ല, അതുപോലത്തെ ഒരു കോളറാണ് ഇത്. ഇതിൻ്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് ഫ്രണ്ട് ഓപ്പൺ ആണ്. ഞാനിത് പുറത്ത് പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ല സുഖമാണിത്. ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നല്ല ട്രെൻഡിയാണ്, എന്നാൽ ഫ്രണ്ട് ഓപ്പൺ ഒക്കെയാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് കണ്ടോ, സ്ലീവ് വന്നിട്ട് 3/4 സ്ലീവ് ഒന്നല്ല. നമ്മളിപ്പം ബ്ലൗസിൻ്റെ ഒക്കെ സ്ലീവ് വരില്ല, ഇത്രയും വരെ അത്രയേ ഉള്ളൂ കേട്ടോ സ്ലീവ് വന്നിട്ട്. പിന്നെ സ്ലീവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ ഞെറിയൊക്കെ വെച്ചിട്ടുള്ള സ്ലീവാണ്. കണ്ടോ, പഫ് സ്ലീവ് ഇല്ലേ, ഇങ്ങനെ പഫായിട്ട് ഇങ്ങനെ നിൽക്കില്ലേ, ആ ഒരു സംഭവമാണ്. കണ്ടോ, ഈ താഴ്ഭാഗത്ത് കുറച്ച് ഞെറിയൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്ന ടൈപ്പിലുള്ള സ്ലീവാണ്. കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഒരു മാക്സി ഡ്രസ്സാണ് കേട്ടോ. പിന്നെ ഇതിന് നമുക്ക് കണ്ടോ, വേസ്റ്റ് ബെൽറ്റ് അല്ല, നമുക്ക് ഈ ഫ്രോക്കിനൊക്കെ ഉണ്ടാകില്ലേ അതുപോലെ കെട്ടാനായിട്ടുള്ള വള്ളിയൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, കൊടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഇത് സംഭവം ശരിക്കും ഉണ്ടല്ലോ. ഞാൻ അജിയോയിൽ നോക്കിയപ്പോഴും ഡെമോ കാണിക്കില്ലേ, അപ്പോൾ ഡെമോയിലൊക്കെ നോക്കിയപ്പോൾ എന്താ പറയുക, ഒരു മോഡൽ ഇട്ട് നിൽക്കുന്നത് മുട്ടിന് താഴെയായിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ കുഴപ്പമില്ല, ലെഗിൻസോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യണ്ട, മുട്ടിന് താഴെ ഇറക്കമുണ്ട്, അപ്പോൾ അങ്ങനെ ഇടാമെന്നൊക്കെ കരുതിയിട്ടാണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുണ്ടായത്. പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കിത് ഫുള്ളാണ്, മാക്സി ഡ്രസ്സ് മാതിരി ആയിട്ടുണ്ട്. അവർ നല്ല ഹൈറ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അവർക്കത് മുട്ടിന് താഴെയുള്ളൂ. എനിക്കിത് കറക്റ്റാണ്, എൻ്റെ ആങ്കിൾ ലെങ്ത്തിലാണ് ഇത് നിൽക്കുന്നത് ഈ ഒരു സംഭവം. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ലപോലെ ഇഷ്ടപ്പെട്ടു. തനി പോളിസ്റ്റർ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. പിന്നെ എന്താ, വേറെ ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല, ഇത്രയൊക്കെയല്ലേ പറയണ്ടു. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആണെന്നുള്ള കാര്യം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇപ്പം ഈ പർച്ചേസ് ചെയ്തിട്ടുള്ളതിൽ 2 എണ്ണം ഫ്രണ്ട് ഓപ്പൺ ആണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് എല്ലാം വന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് ഇഷ്ടപ്പെട്ടെങ്കിലും നിങ്ങൾ പോയി പർച്ചേസ് ചെയ്യുക. ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ ആമസോൺ കുർത്തികളായിട്ട് ഞാൻ വേഗം തന്നെ വരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത വട്ടം കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.